കർത്താവിന് മഹത്വം. നിങ്ങളെല്ലാവരെയും വന്ദനം പറയുന്നു. നമ്മൾ ഇന്ന് ചിന്തിപ്പാൻ പോകുന്ന വിഷയം മരിച്ചവരുടെ പുനരുദ്ധാനം എന്ന വിഷയം. നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ ഇതിനെ സംബന്ധിച്ചതായ ചെറിയ വിവരണങ്ങൾ നൽകി തുടങ്ങിയപ്പോൾ തന്നെ ധാരാളം ആളുകൾക്ക് അത് കൺഫ്യൂഷൻ കൊണ്ടുവന്നു. കൺഫ്യൂഷൻ വരാൻ കാരണം ആ വിഷയത്തെ സംബന്ധിച്ചുള്ള നിലവിലുള്ള പഠനത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട. അപ്പം ഈ ജനത്തിന് കുറേ ആളുകൾക്ക് അതൊരു സങ്കടമാണ്. നമ്മൾ പറയുന്നതെല്ലാം ബൈബിൾ വിരുദ്ധമാണ്, വിശുദ്ധ ബൈബിളിൽ നിരക്കാത്തതാണ്, വിശുദ്ധന്മാരുടെ ഇങ്ങനെ നമ്മൾ വികാരത്തിൽ നിറഞ്ഞിങ്ങനെ പല കാര്യങ്ങളും സംസാരിക്കാനായിട്ട് പോകും. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ തുടർന്നുള്ള കുറച്ച് വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു കാര്യം ആരംഭത്തിലേ പറയാം. ഒരു വിഷയവും ഇതുപോലൊരു 20 മിനിറ്റോ 10-30 മിനിറ്റ് കൊണ്ടൊന്നും പറഞ്ഞ് തീർക്കുവാൻ പറ്റുന്ന വിഷയങ്ങളല്ല വിശുദ്ധ ബൈബിളിൽ. പ്രത്യേകിച്ച് ഇതെല്ലാം സീരിയസ് ആയിട്ടുള്ള വിശുദ്ധ വചനത്തിലെ പഠന വിഷയമാകൊണ്ട് കൃത്യമായി വേദപുസ്തകം വെച്ചിട്ടാണ് നമ്മൾ ബൈബിളിലെ വചനങ്ങൾ വെച്ച് തന്നെയാണ് വചനത്തെ മനസ്സിലാക്കുന്നത്. ഞാൻ എൻ്റെ വ്യാഖ്യാനങ്ങളൊന്നും പറയാറില്ല. ഞാൻ തിരുവെഴുത്ത് കൊണ്ട് തന്നെയാണ് പൊരുൾ തിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മറ്റ് ഏതെങ്കിലും സമയങ്ങളിൽ വ്യക്തമാക്കാൻ വേണ്ടി ഞാനൊരു പക്ഷേ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്ന് വന്നേക്കാം. ദയവായിട്ട് നിങ്ങളത് മനസ്സിലാക്കുക. നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ പറയുന്ന എല്ലാം വചനവിരുദ്ധമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മൾ ഈ പഠിച്ചു വെച്ചിരിക്കുന്നതെല്ലാം ഭയങ്കരമായിട്ട് സത്യമാണ് എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുകയാണ്. പ്രശ്നം അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ട കാരണം മരണം എന്താണ് എന്നറിയണം. ഫിസിക്കൽ റിസറക്ഷൻ സംഭവിക്കുമെന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സ്നേഹിതൻ അദ്ദേഹം എനിക്കൊരു വീഡിയോ അയച്ചു തന്നായിരുന്നു. വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയിൽ ഇങ്ങനെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഒരു പാസ്റ്റർ, എനിക്കൊന്നൊരു അമേരിക്കയിലെ പാസ്റ്ററാണ്. അദ്ദേഹം US എങ്ങാണ്ട് നടന്ന ഒരു മീറ്റിങ്ങിൻ്റെ ഒരു വീഡിയോയുടെ ഒരു ഭാഗം, അത് ഞാൻ നിങ്ങൾക്കതൊന്ന് കേൾപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. അദ്ദേഹം പ്രസംഗിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മൾ മരിച്ചവർ മരിച്ചു മണ്ണോട് ചേർന്നാലും ഉയർക്കുമെന്ന്. നിരീശ്വരവാദിയായ ഒരു മനുഷ്യൻ അടുത്ത് വന്ന് ചോദിച്ചു, സാർ, എങ്ങനെയാ വിശുദ്ധന്മാരുടെ ശരീരം ഇങ്ങനെ മണ്ണിൽ ചേർന്നാൽ ഉയർക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ പോയി ഒരു ഇരുമ്പ് കഷ്ണം എടുത്ത് ഇടിച്ച് പൊടിച്ച് തവിട് പൊടിയാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. നാളെ നിനക്ക് ഞാൻ കാണിച്ചു തരാം. അവൻ വീട്ടിൽ പോയി വളരെ പ്രയാസപ്പെട്ട് ഒരു ഇരുമ്പ് കഷ്ണം എടുത്ത് ഇടിച്ച് പൊടിച്ച് തവിട് പൊടിയാക്കി ഈ പ്രാസംഗികന്റെ കൈ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ഇരുമ്പ് പൊടി. അവനത് മണ്ണിലോട്ട് വിതറാൻ പറഞ്ഞു. വിതറി കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഇതിനി എങ്ങനെ ഉയർന്നു വരും? നിനക്കത് ചിതറിയെ പോയ ഇരുമ്പ് കഷ്ണത്തെ, മണ്ണിൽ ചിതറിപ്പോയതിനെ തിരിച്ചെടുക്കാൻ പറ്റുമോ? ആ മനുഷ്യൻ പറഞ്ഞു, നിരീശ്വരവാദി പറഞ്ഞു, പറ്റില്ല. എന്നാൽ നീ നോയിക്കോ. പ്രാസംഗികൻ തന്റെ പോക്കറ്റിൽ ഇട്ടിരുന്ന ഒരു കാന്ത കഷ്ണം എടുത്ത് താഴോട്ട് പിടിക്കുമ്പോൾ അവിടെ പൊടിയായി മാറിയ ഇരുമ്പുകളെല്ലാം ഉയർന്നു വന്ന കാന്തത്തെ പിടിച്ചതുപോലെ ഈ വിശുദ്ധന്മാർ ഈ മണ്ണിൽ അവസാനിക്കയില്ല. ഞങ്ങളുടെ കർത്താവ് മധ്യ ആകാശത്തിൽ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന്. നിങ്ങൾ കേട്ടു, വ്യക്തമായോ എന്ന് എനിക്കറിയത്തില്ല. പറ്റുമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഈ മെസ്സേജിന്റെ ലിങ്ക് ഇടും. വളരെ മാന്യനും ബഹുമാന്യനുമായ ഒരു ദൈവദാസനാണ്. അത് കേൾക്കാനായിട്ട് ധാരാളം ആളുകളുണ്ട്. ആ ജനം അത് കേട്ടപ്പോൾ അവരുടെ കരങ്ങളൊക്കെ ഉയർത്തിയ ആ സന്തോഷത്തിൽ ദൈവത്തിന് ഹല്ലേലൂയ പാടുന്നതും സ്തോത്രം പറയുന്നതും നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അപ്പോൾ എനിക്കിതിനകത്ത് വളരെ വേദനയോട് തോന്നിയൊരു കാര്യം, അദ്ദേഹം കൊണ്ടുവന്നൊരു ഇല്ലുസ്ട്രേഷൻ നോക്കിക്കോണേ. നിരീശ്വരവാദി ഒരു മനുഷ്യൻ ഒരു പാസ്റ്ററോട് പറഞ്ഞു, നിങ്ങൾ മരിച്ചവരെങ്ങനെ ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന്. അപ്പം അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, നീ വീട്ടിൽ ചെന്ന് ഒരു ഇരുമ്പെടുത്ത് തവിടുപൊടിയാക്കാൻ. അതെല്ലാം രസകരമായ, ഞാനൊരു ഇരുമ്പ് കഷ്ണം ഈ ഉപദേശിയുടെ ആയി തരാം, ഒന്ന് തവിടുപൊടിയാക്കി തരാൻ പറ്റും? എങ്ങനെ ഇടിച്ചു പൊടിക്കുന്നത്? എങ്ങനെ? ഇയാൾ ഇരുമ്പ് കഷ്ണം എടുത്ത് ഇടിച്ചു പൊടിച്ചു പോകും.
വല്ല അരവങ്ങാണം വെച്ച് ഇങ്ങനെ രാവി പൊടിയാക്കാമെന്നല്ലാതെ ഇടിച്ചു. ഇതൊക്കെ നമ്മൾ ഈ ആവേശം കയറി മുമ്പിരിക്കുന്ന ജനങ്ങളെല്ലാം നമ്മൾ പറയുന്നത് വിഴുങ്ങും എന്ന് ധരിച്ചത് കൊണ്ടാണ് ഇവര് ഈ ഇമാതിരിയുള്ള ഇല്ലുസ്ട്രേഷൻസ് കൊണ്ടുവരുന്നത്. എന്നിട്ട് അത് കൊണ്ടുവന്ന് മണ്ണിലോട്ടിട്ടപ്പോൾ തൻ്റെ പോക്കറ്റിൽ താൻ കരുതി വെച്ചിരുന്ന കാന്തം കൊണ്ട് അതിങ്ങനെ കാണിച്ചപ്പോൾ കാന്തത്തിലേക്ക് ഈ ഇരുമ്പ് പൊടി അട്രാക്ട് ചെയ്തു. അതുപോലെ കാഹളം ധനിക്കുമ്പോൾ നമ്മൾ എന്ത് പാവം കേട്ടോ, കഷ്ടം. ആ ജനങ്ങളെല്ലാം അത് കേട്ടിട്ട് കരങ്ങൾ ഉയർത്തി. ആ ജനങ്ങൾ വെറും സാധുക്കൾ. ഐ ലവ് എവറി പെന്റിക്കോസ്റ്റൽ പീപ്പിൾ, റിയലി. ഈവൻ ഐ ലവ് ദ പെന്റിക്കോസ്റ്റൽ പാസ്റ്റേഴ്സ് ടു. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയാം, മരിച്ച മണ്ണിൽ ദ്രവിച്ചുപോയ ശരീരം ഉയർത്തു വരുമെന്ന് ബൈബിളിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഇത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബൈബിള് എന്താണെന്ന് പഠിക്കണം. ഇത് ഞാൻ ഇങ്ങനെ പറയാനുള്ള യോഗ്യത എനിക്കില്ലെങ്കിലും എന്താണെന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് പഠിക്കണം. നമ്മുടെ സെമിനാരികള് സത്യത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെമിട്രി കൾച്ചർ, ഒരു മരണത്തിന്റെ കൾച്ചർ. നമ്മൾ എന്താണ് ബൈബിൾ എന്ന് അറിയേണ്ടതിനെ അറിയിക്കാത്ത ഒരു സ്ഥലമായി നമ്മുടെ സെമിനാരികൾ മാറി എന്നത് ദുഃഖകരമായ കാര്യം. ആ കർത്താവിന് ദാസൻ പറഞ്ഞു നോക്കി, മണ്ണിൽ നിന്ന് കാന്തം എങ്ങനെ വരുന്ന പോലെ ഉയർക്കും. അതിന്റെ അർത്ഥം അദ്ദേഹം മറ്റൊരു വാക്ക് പറയുന്നുണ്ട്, നമ്മളെല്ലാവരും മണ്ണിൽ അവസാനിച്ചു പോകുമെന്ന് കരുതരുത്. ആരാ മണ്ണിൽ അവസാനിച്ചെന്ന് കരുതുന്നത്? നിങ്ങൾ ഒരാളുടെ ശവം കൊണ്ട് അടക്കം കഴിയുമ്പോൾ അയാൾ മണ്ണിൽ അവസാനിച്ചോ? അങ്ങനെയാണോ നമ്മുടെ പ്രത്യാശ? അങ്ങനെയാണോ ബൈബിൾ പഠിപ്പിക്കുന്നത്? നമ്മളെല്ലാവരും മണ്ണിൽ അവസാനിക്കുമെന്ന്? ഇവർ തന്നെയല്ലേ പറയുന്നത് കാഹളധ്വനിക്കും നമ്മുടെ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ ഉയർക്കുകയും ചെയ്യും. വിശുദ്ധന്മാരുടെ ആത്മാവ് ഇപ്പൊ എന്തെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അത് കർത്താവിനോട് കൂടെയായിരിക്കും, നിത്യതയിൽ വിശ്രമിക്കുന്നു. നമ്മൾ ഈ ഓൾഡ് കവനന്റിലെ വാക്യങ്ങൾ എടുത്തിട്ട് ന്യൂ ടെസ്റ്റമെന്റിലെ ഒരു മെസ്സേജ് നമ്മൾ മനസ്സിലാകാതെ ഉണ്ടാക്കി വെച്ചിരിക്കും. നിത്യതയിൽ വിശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പഴയ നിയമത്തിൽ ഒരു പ്രയോഗമാണ്. ദാനിയേലിനോട് പറഞ്ഞു, നീയോ ദാനിയേലേ പോയിക്കൊള്ളുക, പോയി വിശ്രമിച്ചു കൊള്ളുക, നിന്റെ കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ്. ഇപ്പം അവിടെ പറഞ്ഞത് ഓൾഡ് കവനന്റ് ബിലീവർ ആയിരിക്കുന്ന ദാനിയേലിനോട് പറയുന്നു, നീ പൊയ്ക്കൊള്ളുക. എവിടെ? പോയി വിശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു നിദ്ര കൊടുത്തു, ഒരു ഗാഢ നിദ്ര. ദേ വെർ സ്ലീപ്പിംഗ് ഇൻ ഹേഡീസ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാഹളധ്വനിയിൽ അല്ലെങ്കിൽ കർത്താവിന്റെ പറോസിയായിൽ, കർത്താവിന്റെ പ്രത്യക്ഷതയിൽ ഈ ഹേഡീസിൽ ഉറങ്ങിയ എല്ലാ വിശുദ്ധന്മാരും നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കുക. ഞാൻ പറഞ്ഞ പദപ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക. നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കണം. ഉയർത്തെഴുന്നേറ്റിട്ട് എന്തിനാണ്? നിത്യജീവനിലേക്ക് പ്രവേശിപ്പാൻ, നിത്യജീവൻ പ്രാപിപ്പാൻ അവർക്ക് ദൈവം വെച്ചിരുന്ന പ്രോമിസ് ആണ് എന്ത്? ഹേഡീസിലുള്ള നിദ്ര. അപ്പം മരണം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഐ വോണ്ട് ടു സേ വൺ തിങ്. ജീസസ് നെവർ ഡൈഡ് ഫോർ അവർ ഫിസിക്കൽ ഡെത്ത്. ഒന്നുകൂടെ പറയാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്താലോ അവിടുത്തെ പ്രവൃത്തിയാലോ മനുഷ്യന്റെ ഫിസിക്കൽ ഡെത്ത് എന്ന് പറയുന്ന ആ അവസ്ഥയ്ക്ക് വേണ്ടി ഒന്നും തന്നെ കർത്താവ് ക്രൂശിൽ ചെയ്തിട്ടില്ല. ധൃതി പിടിച്ച് മുൻവിധിയിൽ ഒരു കൺക്ലൂഷനിൽ നിങ്ങൾ പറയരുത്, ദുരുപദേശം, ഒന്ന് ചാടണ്ട, ഒന്ന് അടങ്ങിയിട്ട് ചിന്തിക്ക്. യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തിൽ നമ്മുടെ ശാരീരിക മരണത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് നമ്പർ 1. കാരണം അങ്ങനെ യേശുക്രിസ്തുവിന്റെ കാൽവറി മരണം നമ്മുടെ ശാരീരിക മരണത്തിന് വേണ്ടിയാണ് മരിച്ചതെങ്കിൽ 2000 വർഷമായി ക്രിസ്ത്യാനികൾ, ദൈവമക്കൾ ഭൂമിയിൽ ഫിസിക്കലി സാധാരണ ജനത്തെ പോലെ, നിരീശ്വരവാദിയെ പോലെ, അന്യമതസ്ഥനെ പോലെ, അവിശ്വാസിയെ പോലെ, ദുഷ്ടന്മാരെ പോലൊക്കെ തന്നെ അതേപോലെ രോഗാവസ്ഥയിലും അപകടാവസ്ഥയിലും ആയിരക്കണക്കിന് കോടിക്കണക്കിന് ക്രിസ്ത്യ സമൂഹം ഭൂമിയിൽ ജഡപ്രകാരം മരിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ കാൽവറി മരണം നമ്മുടെ ഫിസിക്കൽ ഡെത്തിന് വേണ്ടിയാണ് എങ്കിൽ പിന്നെ എന്തിന് മനുഷ്യർ ഫിസിക്കലി മരിക്കണം? നിങ്ങൾ തന്നെ മറുപടി പറയണം. നമ്പർ 2,
മനുഷ്യരുടെ, അതായത് പാപത്തിന്റെ ശമ്പളം മരണം എന്ന് വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നു. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായിരുന്ന റോമാലേഖനം 3-ാം അധ്യായത്തിലും പാപത്തിന്റെ ശമ്പളം മരണമാണെന്നും റോമർ 6:23 ഒക്കെ നമുക്ക് വായിക്കാൻ പറ്റും. പാപത്തിന്റെ ശമ്പളം ഫിസിക്കൽ മരണമാണെങ്കിൽ കുരിശിൽ ഈ പാപത്തിന് വേണ്ടി വില കൊടുത്ത കർത്താവ് പിന്നെയും തൻ്റെ വിശുദ്ധന്മാരെ ഫിസിക്കലി മരിക്കാൻ അനുവദിക്കുമോ? ചോദ്യം നമ്പർ 2. അതായത് പാപത്തിന്റെ ശമ്പളം ഫിസിക്കൽ മരണമാണെങ്കിൽ പിന്നെയും ക്രിസ്തു കുരിശിൽ പാപത്തിന്റെ വില മുടക്കിയെങ്കിൽ, ആ പാപക്കടം കർത്താവിന്റെ കാൽവറി മരണത്തിൽ അവൻ അത് പൂർത്തിയായി കൊടുത്തു എങ്കിൽ, കംപ്ലീറ്റ് ചെയ്തെങ്കിൽ, പിന്നെയും എന്തുകൊണ്ട് മനുഷ്യർ, വിശുദ്ധന്മാർ, ക്രിസ്തു വിശ്വാസികൾ മറ്റുള്ളവരെ പോലെ ഭൗതികമായി മരിക്കണം? ആൻസർ മീ. എന്നിട്ട് ഞാൻ ബൈബിൾ വിരുദ്ധമാണ് പ്രസംഗിക്കുന്നതെന്ന് പറ. ആൻസർ മീ. നിങ്ങൾ മറുപടി പറ. മൂന്നാമത്തെ എൻ്റെ ക്വസ്റ്റ്യൻ, ഫിസിക്കൽ ഡെത്ത് ആണ് പാപത്തിന്റെ ശമ്പളം എങ്കിൽ, അത് 2000 വർഷമായി ക്രിസ്തീയ വിശ്വാസികൾ അതിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് പിന്നെ യേശു ക്രിസ്തു മരിച്ചതിന്റെ കാരണം എന്താ? എന്തിന്റെ ആവശ്യം? എടാ, ഞാൻ ചെയ്ത തെറ്റിന് തന്നെ ഞാൻ ഫിസിക്കലി മരിക്കുന്നെങ്കിൽ അതിന്റെ ശമ്പളം ഞാൻ തന്നെ അതിനെ മുടക്കുന്നെങ്കിൽ, ആ മരണത്തിന്റെ ശമ്പളം, പാപത്തിന്റെ ശമ്പളമായ മരണം തന്നെ എൻ്റെ മരണത്താൽ ഞാൻ അതിനെ വീട്ടുന്നെങ്കിൽ, പിന്നെ യേശു ക്രിസ്തുവിന്റെ മരണം കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? ക്വസ്റ്റ്യൻ നമ്പർ 3. ആൻസർ മീ. ആൻസർ മീ. അങ്ങനെയെങ്കിൽ നമ്മൾ we need to go back to the Bible, പ്രിയപ്പെട്ടവരെ. ഞാൻ ആ വാക്യങ്ങളെല്ലാം എടുത്ത് നിങ്ങളെ ബോറടിപ്പിക്കാതെ പെട്ടെന്ന് പറയാം. ആദമനോട് ദൈവം പറഞ്ഞ വാക്കാദ്യം മരണം എന്ന പദം പറഞ്ഞെന്താ? നിനക്ക് തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം തിന്നാം, എന്നാൽ തോട്ടത്തിൽ ഉള്ള നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. മൂത്ത് തമൂത്ത് എന്ന് പറയും. ഡൈ, ഷ്വർലി ഡൈ എന്ന് തിന്നുന്ന നാളിൽ. ഒരിടയ്ക്ക് ഞാൻ ഇവിടുത്തെ ഇമ്മോർട്ടാലിറ്റി പ്രസംഗിക്കുന്ന, ഇമ്മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഭൗതികമായിട്ടൊരിക്കലും മരിക്കത്തില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു സമൂഹം ഈ ഇടയ്ക്ക് വന്നായിരുന്നു. ഞാനും ആ ഗ്രൂപ്പിനകത്ത് അറിയാതെ വിട്ടുപോയ എൻ്റെ അറിവില്ലായ്മയാണത്. ഞാനും ഒരിടയ്ക്ക് ഇങ്ങനെ പ്രസംഗിച്ചായിരുന്നു, മനുഷ്യർക്ക് ഭൗതികമായ മരണമില്ലാത്ത ഒരു സാഹചര്യം വരുന്നുണ്ട്, അത് ഫിസിക്കലി അത് സംഭവിക്കാൻ പോവുകയാണ്, അതിനുവേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ നമ്മൾ പഠിപ്പിച്ചത്. അപ്പം അവര് പറയുന്ന ഒരു കാര്യം, ആദമ് തിന്നുന്ന നാളിൽ മരിച്ചില്ലല്ലോ ഫിസിക്കലി, സത്യം. പക്ഷെ എൻ്റെ ദൈവം പറഞ്ഞത് നീ തിന്നുന്ന നാളിൽ മരിക്കുമെന്ന. അപ്പൊ നമ്മുടെ അണ്ണന്മാര് നേരെ പറയും, അത് യഹോവയ്ക്ക് ഒരു ദിവസം 1000 വർഷം ഒരു ദിവസം പോലെ. അങ്ങനാണെങ്കിൽ ദൈവത്തിന് ഒരു ദിവസം എന്ന് പറഞ്ഞ 1000 വർഷമാണെങ്കിൽ, ബൈബിളിൽ എല്ലാ സ്ഥലത്തും ഈ ദിവസം എന്നതിന് 1000 വർഷം ആക്കുവോ? യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നു, 1000 വർഷമാണ്. ഇന്നാകുന്നു രക്ഷാ ദിവസം, ഇന്നാകുന്നു രക്ഷാ ദിവസം എന്ന് പറയുന്ന 1000 വർഷമാണോ? ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ ഭൂതങ്ങളെ പുറത്താക്കും, 4-ാം നാളിൽ ഞാൻ സമാപിക്കുമെന്ന് പറഞ്ഞാൽ ഒരു ദിവസം യഹോവയ്ക്ക് 1000 വർഷമാണെങ്കിൽ, ഇന്നും നാളെയും മറ്റന്നാൾ 3000 വർഷം, മറ്റന്നാൾ സമാപിക്കുന്ന പറഞ്ഞാൽ 4000 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളതാണോ? ആൻസർ മീ ക്വസ്റ്റ്യൻ. ദൈവത്തിന് ഒരു ദിവസം 1000 വർഷമാണ്, അല്ലെങ്കിൽ 1000 വർഷം ഒരു ദിവസമാണ്. മനുഷ്യൻ അങ്ങനല്ല. അപ്പൊ നമ്മുടെ തിയോളജി പ്രൂവ് ചെയ്യാൻ ആദം 1000 വർഷം ജീവിച്ചിരുന്നില്ലല്ലോ, തിന്നുന്ന നാളിൽ മരിച്ചല്ലോ എന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ഡെത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിനെ തെളിയിക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ അല്ല. മനുഷ്യൻ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നുന്ന നാളിൽ നീ നിശ്ചയമായിട്ടും മരിക്കുക എന്ന് പറഞ്ഞു.
അവിടെ തിന്നു. എന്താ അവിടെ സംഭവിച്ചത്? അതായത് അവന് ഒരു ഡെത്ത് സംഭവിച്ചു. ആ ഡെത്ത് സംഭവിച്ചപ്പോ, അതായത് ദൈവം ഉദ്ദേശിച്ച ഡെത്ത്, ഇറ്റ്സ് നോട്ട് ഫിസിക്കൽ ഡെത്ത്. ഫിസിക്കൽ ഡെത്ത് ആണ് പാപത്തിന്റെ ശമ്പളമെങ്കിൽ നമ്മുടെ നാട്ടിലെ പശുവും പട്ടിയും പൂച്ചയും കാക്കയും ആടും മാടും എല്ലാം ചാവുന്നുണ്ടല്ലോ. അത് ഏത് പഴം തിന്നിട്ടാ? നാച്ചുറലി ഒരുപാട് മൃഗങ്ങളും ജന്തുക്കളും മനുഷ്യനെ സൃഷ്ടിച്ച 6-ാം നാളിലാണല്ലോ. 6-ാം നാളിൽ സൃഷ്ടിച്ച കന്നാലിയും ചാവുന്നുണ്ട്, പാമ്പും ചാവുന്നുണ്ട്, ഇഴജാതിയും ചാവുന്നുണ്ട്, പറവയും ചാവുന്നുണ്ട്. ഇപ്പൊ ലോകത്തിലെല്ലാം മരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് ഏത് പാപം ചെയ്തിട്ടാ? വേണേ ഇവർ പറയും അത് നന്മതിന്മയുടെ ആദം തിന്നതിന്റെ തൊലി തിന്നെന്ന് വേണേൽ പറയും. കാരണം നമുക്ക് നമ്മുടെ തിയോളജി സ്ഥാപിക്കണം. ഞാൻ എൻ്റെ തിയോളജി സ്ഥാപിക്കാൻ വേണ്ടിയല്ല. ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറയാം, ഞാൻ പെന്തിക്കോസ്റ്റൽ തിയോളജി പ്രസംഗിക്കുന്ന ആളല്ല. ഞാൻ പെന്തിക്കോസ്തുകാരനായിരുന്നു. പെന്തിക്കോസിൽ വന്നതുകൊണ്ട് എനിക്ക് ദോഷം വന്നിട്ടില്ല. പെന്തിക്കോസിൽ വന്നുകൊണ്ട് ഞാൻ ബൈബിൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ബൈബിൾ വായിക്കാനുള്ള ഉത്സാഹം വന്നു. ബൈബിളിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചതും എനിക്ക് ആ വഴി തുറന്നു തന്നും ഒക്കെ പെന്തക്കോസ്റ്റ് സമൂഹമാണ്. ഇന്നും പെന്തക്കോസ്റ്റിനകത്ത് ആയിരക്കണക്കിന് ആളുകൾ എൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ട്. പക്ഷേ ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യം പെന്തിക്കോസ്റ്റിന്റെ ഉപദേശം പഠിപ്പിക്കാനല്ല, ചർച്ചക്കോടുകാരൻ്റെ ഉപദേശവും IPC-കാരൻ്റെ ഉപദേശവും ഒക്കെ പഠിപ്പിക്കാൻ ഞാൻ അവരുടെ അടിമക്കണ്ണല്ല. അതാദ്യം മനസ്സിലാക്കണം. നിങ്ങൾ പറയുന്ന മാത്രം, നിങ്ങളുടെ വല്യപ്പൻ പറഞ്ഞത് പറയാനാണെങ്കിൽ അത് നിങ്ങൾ തീറ്റിപ്പോറ്റുന്നത് നിങ്ങളുടെ കൊച്ചുമക്കളോട് പറഞ്ഞാൽ മതി. അതിന് ദൈവദാസന്മാരെ കിട്ടൂല, യഥാർത്ഥ ദൈവദാസന്മാരെ. പിന്നെ ഈ അടിമക്കണ്ണുകളെ കിട്ടും, വെള്ള ഉടുപ്പിട്ടുകൊണ്ട് നടക്കുന്ന അടിമക്കണ്ണ് കിട്ടും. കാരണം അവർക്ക് സംഘടന വേണം, അവർക്ക് സ്ഥാനമാറ്റം വേണം, സ്ഥാനമാനം വേണം, നല്ല ചർച്ച് വേണം, സംഘടനയ്ക്ക് എന്ന് വേണം. അവരുടെ കാര്യം ഞാൻ സംസാരിക്കും. ദേ ആർ നോട്ട് സെർവൻസ് ഓഫ് ഗോഡ്, ദേ ആർ സെർവൻസ് ഓഫ് ദ സൊസൈറ്റി. ഇത്രേ ഉള്ളൂ. If they are the servant of God, they won't go after these old people. They'll go after the word of God. നിങ്ങൾ ദൈവത്തിന്റെ ദാസന്മാരാണ്. നിങ്ങൾ ഒരിക്കലും മനുഷ്യരുടെ ഇഷ്ടത്തിന് പോകത്തില്ല. സ്റ്റാൻഡ് ഫോർ ദ ലോർഡ് വേർഡ്. കർത്താവിന്റെ വചനത്തിന് വേണ്ടി മാത്രമേ നിൽക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഐ ലവ് എവരി വൺ. ഞാനിപ്പം ചില സമയം ഞാൻ വാക്കുകൾ രൂക്ഷമായിട്ട് പറയുന്നത്, ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഐ ഹാവ്, എനിക്ക് ഇവരോട് ഹേറ്റിംഗ് ഉള്ളത്. നോ 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 നോ, ഐ ലവ് ദീസ് പീപ്പിൾ. ഗോഡ് നോസ് മൈ ഹാർട്ട്. സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ കണ്ടില്ല, നേരത്തെ കാണിച്ച വീഡിയോയിൽ ആ സാധുക്കളായ സഹോദരിമാർ, ഒരു പക്ഷേ അവർ നഴ്സസോ അല്ലെങ്കിൽ വളരെ കഠിനമായിട്ട് അധ്വാനിക്കുന്ന അവരൊരു യോഗത്തിന് വന്നിരുന്നപ്പോൾ അവരുടെ മുമ്പിൽ നിൽക്കുന്ന പാസ്റ്റർ ഈ ജനങ്ങൾക്ക് ഫാൾസ് ഹോപ്പ് പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ ഇവരെല്ലാം മരിച്ചിട്ട് ആ മരിക്കുന്ന നിമിഷം വിചാരിക്കുക, എന്തായാലും ഞാൻ ഉറങ്ങാൻ പോവാണ്, ഒരു ദിവസം ഞാൻ ഈ മണ്ണിൽ നിന്ന് എഴുന്നേറ്റ് വരും. ഈ പാവങ്ങൾ വിശ്വസിച്ചുകൊണ്ട് മരിക്കുക. സത്യത്തിൽ അത് ദുഷ്ടതയെന്നേ ഞാൻ പറയത്തുള്ളൂ. കബളിപ്പിക്കുക, കോട്ടും സ്യൂട്ടും ഇട്ട ആളുകളെ കളിപ്പിക്കുക. എൻ്റെ പൊന്നു മക്കളെ, നീ അമേരിക്കയിൽ പോയാലും യൂറോപ്പിൽ പോയാലും ഓസ്ട്രേലിയയിൽ പോയാലും ലോകത്തിലെ ഏത് രാജ്യത്ത് പോയാലും വേദോസത്തിന്റെ വിവരം പ്രാപിച്ചിട്ട് പോകണം നീ പറയാൻ. അല്ലാതെ താങ്കൾ അവിടെ ന്യൂസിലാൻഡിൽ അല്ലെങ്കിൽ ന്യൂയോർക്കിൽ നിന്ന് സംസാരിച്ചെന്ന് പറഞ്ഞാൽ താങ്കൾ വലിയ കൊമ്പത്താളൊന്നുമല്ല. താങ്കൾ ആ പാവപ്പെട്ട ജനത്തെ കബളിപ്പിക്കുക. അത് എഴുതി വെച്ചേക്കാൻ ഞാൻ പേര് പറയുന്നില്ല. കബളിപ്പിക്കുക ജനത്തെ. നമ്മളോരും മണ്ണിൽ അവസാനിക്കത്തില്ല. ആരും ഒരു മണ്ണിൽ അവസാനിക്കുന്നു. നിങ്ങൾ ഏത് വേദോസം പഠിപ്പിച്ചു? ഏത് കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കും? വാട്ട് ഈസ് യുവർ ഗോസ്പൽ? നിങ്ങളുടെ സുവിശേഷം എന്താ? എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്ന ആളുകളെ നേരെ കുതികാല് ചാടിക്കയറിയിട്ട് കാര്യമൊന്നുമില്ല. ചെക്ക്. നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ തിയോളജി എത്ര ഭോഷത്വമാണെന്ന് ചിന്തിച്ചോ. നിങ്ങൾ പറയുന്ന ഫിസിക്കൽ ഡെത്താണ് യേശുക്രിസ്തുവിന്റെ പാപത്തിന്റെ ശമ്പളമെങ്കിൽ യേശുക്രിസ്തു ഏത് പാപത്തിന്റെ വിലയാണ് കൊടുത്തത്? യേശുക്രിസ്തു വില കൊടുത്തത് ഫിസിക്കൽ ഡെത്തിനാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ മരിക്കുന്നു? അതാദ്യം മനസ്സിലാക്കുക. ഞാൻ ഒരു കാര്യം മാത്രം ആ ഭാഗത്ത് പറഞ്ഞത്, അടുത്ത ഭാഗത്തിലേക്ക് പോകും. യേശുക്രിസ്തു നമ്മുടെ ഫിസിക്കൽ ഡെത്തിന് വേണ്ടി അല്ല മരിച്ചത് എന്നത് സത്യമായതുകൊണ്ട് ഫിസിക്കൽ റിസറക്ഷനും ദൈവത്തിന്റെ പ്രോഗ്രാമിൽ ഇല്ല. ഫിസിക്കൽ റിസറക്ഷനും ഇല്ല, ഫിസിക്കൽ ഡെത്തും പാടില്ല. പക്ഷെ ഫിസിക്കൽ ഡെത്ത് യേശുക്രിസ്തു ഫിസിക്കൽ എൻ്റെ ഭൗതിക മരണത്തിന് വേണ്ടിയാണ് കാൽവറി മരിച്ചതെങ്കിൽ ഞാൻ ഒരിക്കലും ഭൗതികമായിട്ട് മരിക്കാൻ പാടില്ല. ഇതെന്തിനാ ഒരു തെറ്റിന് 2 ശിക്ഷയും? എന്റെ പാപത്തിന്റെ ശിക്ഷ യേശു ഏറ്റെടുക്കുകയും ചെയ്തു, പിന്നെ ഞാനും കൂടെ അതിന് വില കൊടുക്കണമെങ്കിൽ യേശുക്രിസ്തു എന്തിനായി 2000 വർഷത്തിന് മുമ്പ് ഇവിടോട്ട് വന്ന് ഈ മനുഷ്യന്മാരാൽ അടിക്കപ്പെട്ട് കൊല്ലപ്പെട്ടത്? നമ്മൾ ഓരോരുത്തരും അങ്ങ് മരിച്ച് നമ്മുടെ കുറ്റത്തിന്റെ, നമ്മൾ ചെയ്ത പാപത്തിന്റെ പരിഹാരമായ മരണം നമ്മൾ തന്നെ സ്വീകരിച്ച് ആ വില നമ്മൾ തന്നെ മുടക്കിയെങ്കിൽ പിന്നെ കാൽവറിയിൽ എന്റെ കർത്താവ് എന്തിനായി മരിച്ചത്? ഏത് മരണത്തിനാണ് യേശു വില കൊടുത്തത്? ഏത് മരണം നീക്കാനാണ് യേശു വന്നത്? ദാറ്റ് ഇസ് നോട്ട് ഫിസിക്കൽ ഡെത്ത്.
ഞാൻ ഒന്നുകൂടെ പറയാം, യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണവും ഫിസിക്കൽ ഡെത്തിന് വേണ്ടി അല്ല. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ഒരു പ്രവൃത്തിയും ഭൗതികമായ മണ്ണിൽ പോയി ദ്രവിച്ചു പോയ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരുന്ന പരിപാടി ദൈവവചനത്തിൽ ഇല്ല. നിങ്ങൾ മനസ്സിലാക്കുക പ്ലീസ്. അല്ല അങ്ങനെ തെളിയിക്കുന്ന എൻ്റെ ഒരു വാക്ക്, എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർ, ദൈവദാസന്മാർ, ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആക്കി ഇടാം. നിങ്ങൾ വന്ന് അതിൻ്റെ ബൈബിൾ കാണിച്ചു. ഈ ചുമ്മാതെ ഞാനിപ്പം ഫേസ്ബുക്കിൽ ഉറങ്ങിട്ടപ്പോൾ കാണാം കുറെ അച്ഛൻ കർത്താവ് തോങ്ങിയും വീരുന്ന അത് തൊടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാകളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിറങ്ങി വരും മരിച്ചു. എൻ്റെ പൊന്നു ചേട്ടായി, ഈ വാക്യമൊക്കെ ഞാൻ 1000 പ്രാവശ്യം വായിച്ചിട്ടുള്ളൂ. എനിക്കറിയാം അതെന്തുവാണെന്ന്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത് ശവം എഴുന്നേക്കുന്നതിനെ കുറിച്ചല്ല. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തി പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനെ എതിരേൽപ്പ് മേഘങ്ങൾ എടുക്കപ്പെടുന്നതൊക്കെ പറഞ്ഞ ഉടനെ ഇറ്റ് ഇസ് നോട്ട് ലിറ്ററൽ ആയിട്ടുള്ള ശവം എഴുന്നേറ്റ് വരുന്ന കഥയല്ലത്. ഇറ്റ് ഈസ് എ കവനന്റ്. അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മരിച്ചവരുടെ ഒരു എന്തോ പാരഫ്രൈസ് വേർഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായവരെന്ന് പറയുന്നതായ ഒരാശയം ഞാൻ കണ്ടിട്ടുണ്ട്. ക്രിസ്തുവിൽ നിദ്ര കൊള്ളുക എന്ന് പറഞ്ഞാൽ പുനരുദ്ധാനവും നിത്യജീവനും പ്രാപിക്കും മുൻപിൽ പ്രത്യാശയോടെ മരിച്ചു പോവുക. അതാണ് ക്രിസ്തുവിൽ നിദ്ര കൊള്ളുക എന്ന് പറഞ്ഞത്. അത് മണ്ണിൽ പോകുന്ന കാര്യമല്ല. കാരണം മണ്ണിലേക്ക് പോകുന്ന ആ മരണം ഒരിക്കൽ പോലും ഏദനിൽ ദൈവം പ്രെഡിക്റ്റ് ചെയ്ത മരണമല്ല. ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അതായത് ഇവർക്ക് സംഭവിച്ച ഉടനെ ഇവർ പറഞ്ഞിട്ട് ഞങ്ങൾ നഗ്നരാകൊണ്ട് അവരുടെ കണ്ണു തുറന്നു. ആദ്യം ഐസ് വെർ ഓപ്പൺ ടു സീ ദേ വെർ നേക്കഡ്. What's the meaning of nakedness? ബൈബിൾ എപ്പോഴും നിങ്ങൾ നേക്കഡ്നെസ് ഡസൻ മീൻ ദാറ്റ് നമ്മൾ വസ്ത്രമില്ലാതെ നിൽക്കുന്ന ആ നേക്കഡ്നെസ് അല്ല. ഇറ്റ് ഈസ് ദ നേക്കഡ്നെസ് ദാറ്റ്, അത് ഞാനിങ്ങനെ പറയാം, they were covered by a covenant cloth. Read Deuteronomy chapter 32, Ezekiel chapter 16. ഇങ്ങനെ വേദോസിൽ പലയിടങ്ങളിൽ ഈ മക്കൾ ജനത്തിന് ഒരു മൂടുപടമിടും, അവരെ വസ്ത്രം ധരിപ്പിക്കും. ഞാൻ നിന്നെ കണ്ടപ്പോൾ നീ നഗ്നയായിരുന്നു, ഞാൻ എൻ്റെ വസ്ത്രം നിന്നെ ഉടുപ്പിച്ചെന്നൊക്കെ പറയുന്നത് ദാറ്റ് ഈസ് കവനന്റ്. ആഡം ആൻഡ് ഈവ് വാസ് എന്താണ് സത്യത്തില്? അവർക്ക് ദൈവം എന്തുവാ ഒരു ഉടമ്പടിയുടെ കവറിങ് ഉണ്ടായിരുന്നു. ആ കവറിങ് ആണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയത്. അവിടെ എഴുതി വെച്ചിരിക്കുമ്പോൾ നഗ്നരെന്ന് പറഞ്ഞാൽ ഉടനെ അവര് അതിനു മുമ്പ് വരെ എങ്ങനെ നടന്നത്? അതിനു മുമ്പ് വരെ അവരിങ്ങനെ നഗ്നരായിട്ട് നടന്നിരുന്നു. തേജസ്സിന്റെ അങ്കി, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നു. തേജസ്സിന്റെ അങ്കി ഇങ്ങനെ നല്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണ് യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾ പുതിയ സൃഷ്ടിയായി നിങ്ങൾ എന്താ തേജസ്സിന്റെ അങ്കി തയ്ക്കാത്ത എന്താ? യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വന്നില്ലേ? പുതു സൃഷ്ടിയായി മാറിയില്ലേ? എന്താ തുണിയെല്ലാം ഊരിക്കളഞ്ഞിട്ട് ഇനി തേജസ്സിന്റെ അങ്കി ഇട്ടൊന്നും നടക്കാൻ പറ്റുമോ? നമ്മളും വസ്ത്രം ധരിച്ചേക്കുമല്ലേ? അതായത് മരണം സംഭവിച്ചതിന് ആദ്യത്തെ തെളിവ് ഐസ് വെർ ഓപ്പൺ, അതായത് ഫിസിക്കലായി ഓപ്പൺ ആയി. ദേ കുഡ് സീ ദാറ്റ് ദേ ആർ നേക്കഡ്. ദാറ്റ് മീൻസ് ദേ വർ ഔട്ട് ഓഫ് ദ കവറിങ് നഷ്ടപ്പെട്ടു. കവനന്റിന് ഔട്ടായി, പ്രസൻസിന് ഔട്ടായി, ദൈവത്തിന്റെ പ്രൊട്ടക്ഷനിന് ഔട്ടായി. ദൈവം എന്താണോ അവർക്ക് കവറിങ്ങെ കൊടുത്ത് ഇറ്റ് ഈസ് റിമൂവ്ഡ്. അടുത്തവർ പറയുന്നു ഞങ്ങൾ ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്നു. സോ ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഒരു കവനന്റൽ ലാംഗ്വേജിലാണ് സംഭവം. ദേ ഡൈഡ് അണ്ടർ ദ കവനന്റ്. ചില ആളുകൾ പ്രസംഗിക്കാറുണ്ട്, അതായത് ഇവിടുത്തെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ചെന്നൈയിലും ഒക്കെ ഉള്ള ചില കൃപയുടെ വെളിപ്പാട് സംസാരിക്കുന്ന സഹോദരന്മാർ തന്നെ പറയുന്നുണ്ട്, വി വിൽ നെവർ ഡൈ, ലീവ് ഫോർ എവർ. ഞാനും ഈ കാര്യം കുറച്ച് നാൾ പറഞ്ഞിട്ടുണ്ട്. ഐ എം സോറി, ഐ എം റിപ്പൻഡിങ്. ദർ ഇസ് നോ സച്ച് തിങ് ഇൻ ദ ബൈബിൾ. മീൻ ടു ഗോ ടു ദ ബൈബിൾ. ഞാൻ ഇവരും പറയുന്നതൊക്കെ കേട്ട് നമ്മൾ എത്രയോ പ്രാവശ്യം തെറ്റ് പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു അല്പമെങ്കിലും ഒരു ബോധത്തിലേക്ക് വന്നത് ഇപ്പോഴാണ്. കാരണം നമുക്ക് അറിയത്തില്ല, നമുക്ക് റിസോഴ്സസ് ഇല്ല, നമുക്ക് പഠിക്കാനുള്ള മെത്തേഡ് അറിയത്തില്ല, നമ്മളെ പഠിപ്പിച്ചു വെച്ചേക്കുന്ന എല്ലാം ഇതാണ്. ഇപ്പൊ ലിസൺ ടു മീ, ഞാനിത് വേറെ കാര്യമാണ് പറഞ്ഞർത്ഥം. ഇവിടെ അവർ പറയുന്നത് എങ്ങനെയാണെന്ന് പറയും, ആദം ബിഗാൻ ടു ഡൈ. ആദം എത്തുന്ന നാളിൽ മരിക്കാൻ ആരംഭിച്ചു. ആ മരണം പൂർത്തീകരിക്കപ്പെട്ടത് 930 വയസ്സായിട്ട്. അല്ല സഹോദരൻ, സെയിം ഡേ ഹി ഡൈഡ്. പക്ഷെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ തോട്ടത്തിൽ നിന്ന് തോട്ടം പറഞ്ഞാൽ ആ ഗാർഡനിൽ നിന്ന് പുറത്താക്കി. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ദൈവം അവനെ എടുത്ത് ദൂരെ കളഞ്ഞെന്നല്ല, അവനെയും കൂടെ ദൈവം എവിടെ പാർപ്പിക്കുകയാണ്? ഇൻ ദ പ്രസൻസിൽ തന്നെ പാർപ്പിക്കുന്നത്. They were in the presence of God, but they are in the not in the covenant of God. There is no spiritual death. I want to say this, that is not a spiritual death. There is no spiritual death. Spiritual death എന്നൊരു വാക്ക് ബൈബിളിൽ ഇല്ല. I am carefully using that statement. നമ്മൾ പറയാറുണ്ട്, മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. The word spiritual death is not in the Bible.
അപ്പം ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. പക്ഷെ റിയലി എന്ന് സംബന്ധിച്ച് ദർ ഇസ് എ കവനന്റൽ ഡെത്ത് അങ്ങനെ പറയുന്നതാണ് എനിക്കിഷ്ടം. ഇപ്പോൾ കവനന്റൽ ദർ ഇസ് ഔട്ട് ഓഫ് ദ കവനന്റ്. അതിന്റെ പ്രതീകമായിട്ടാണ് ദൈവം എന്ത് ചെയ്തു? മനുഷ്യനെ എന്ത് ചെയ്തു? തോട്ടത്തിൽ നിന്ന് പുറത്താക്കുക. തോട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന്റെ ടെറിട്ടറിയിൽ നിന്ന്, ദൈവത്തിന്റെ ആ മോസ്റ്റ് ഹോളി പ്ലേസ്, ആ ഹോളി പ്ലേസിൽ നിന്ന്, ആ ടെമ്പിളിൽ നിന്ന്, ആ മിനിസ്ട്രിയിൽ നിന്ന് പുറത്താക്കുക. അവന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് തോട്ടത്തെ കാക്കുക, വേല ചെയ്യുക എന്നാണ്. തോട്ടത്തെ കാക്കുക, വേല ചെയ്യുക എന്നുള്ളത് പ്രീസ്റ്റ്ഹുഡിന്റെ മിനിസ്ട്രിയാണ്. അതിന് അബാദ് ആൻഡ് ഷമാർ എന്ന രണ്ട് ഹീബ്രു വാക്കുകൾ ഉപയോഗിക്കുന്നത്. അബാദ് ആൻഡ് ഷമാർ എന്ന് പറഞ്ഞാൽ സർവിങ് ഗോഡ് ആൻഡ് കീപ്പിംഗ് ദ സർവീസ്. ദൈവത്തിന്റെ കർത്താവിനെ സെർവ് ചെയ്തിട്ട് കർത്താവിനെ ശുശ്രൂഷിക്കുന്നതിനെയാണ്, അല്ലെ വോർഷിപ്പ് ചെയ്യുന്നതിന് കൊടുക്കുന്നതാണ് അബാദ് ആൻഡ് ഷമാർ. തോട്ടം കാക്കുന്ന, ബിക്കോസ് ദ തോട്ടം എന്ന് പറയുന്നത് ദ ടെമ്പിൾ ഓഫ് ഗോഡ്. Adam was the high priest. The ministry of Adam was a high priest. ഇവനോട് പറഞ്ഞു, ഇനി നിനക്ക് ഹൈ പ്രീസ്റ്റ് മിനിസ്ട്രി, യു ആർ ഔട്ട് ഓഫ്, യു ആർ കാസ്റ്റ് ഔട്ട് ഫ്രം ദ ടെമ്പിൾ. നീ ഇനി പോയി നിന്റെ ഉപജീവനത്തിനായിട്ട്, നീ തോട്ടത്തിലായിരുന്നപ്പോൾ വൃക്ഷങ്ങളുടെ ഫലമൊക്കെ തിന്നായിരുന്നു, ഇനി തോട്ടത്തിൽ നിന്ന് കിട്ടത്തില്ല, പുറത്തുപോയി അധ്വാനിച്ച് ജീവിച്ചോണം എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ തന്നെ ലാൻഡിലേക്ക് കൂലിക്കാരനാക്കി, വേലക്കാരനാക്കി അവനെ നിർത്തിയിരിക്കും. ഔട്ട് ഓഫ് ദ കവനന്റ്, ദാറ്റ് ഇസ് ഡെത്ത്. And Jesus Christ came to this world to pay for the debt of that sin. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. മനുഷ്യൻ കൈ നീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം നിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത്. That's the meaning of the words. അവിടെ ഒരു റിവേഴ്സ് ഓർഡർ വരാൻ പോകും. അതായത് ഇപ്പോൾ ഇയാൾക്കൊരു കവനന്റൽ ഡെത്ത് സംഭവിച്ചു. ഈ കവനന്റൽ ഡെത്ത് സംഭവിച്ച ഇവൻ ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ തിന്നിട്ട് എന്നേക്കും ഫിസിക്കലി ജീവിക്കുന്ന കാര്യങ്ങളല്ല, എന്നേക്കുമായി ഈ മരണാവസ്ഥയിൽ തന്നെ തുടരും. അപ്പൊ ഇവന് സെപ്പറേഷൻ ആയി പോയി, സെപ്പറേഷൻ ഫ്രം ഗോഡ്. സോ ഇനി അവൻ ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ തിന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? അവന് ഈ അവസ്ഥയിൽ തന്നെ, അവൻ അഴുക്കിൽ തന്നെ അവനായി, അല്ല ആ ഒരു സിൻഫുൾ നേച്ചറിനകത്ത്, ആ ഈവിളിനകത്ത്, ആ കവനന്റ് ഇല്ലാത്ത ആ സാഹചര്യത്തിൽ അതിൽ തന്നെ അവൻ തുടരാൻ ദൈവത്തിന് താല്പര്യമില്ല. ദാറ്റ് മീൻസ് ദ ഗ്രേസ് ഓഫ് ഗോഡ് വാസ് ദേർ. ദൈവത്തിന്റെ ഭയങ്കര കൃപയും കാരുണ്യവും അവിടെ ഉള്ളതുകൊണ്ട് പറഞ്ഞു, നോ, അവൻ അങ്ങനെ എന്നേക്കുമായിട്ട് മരിച്ചു തുടരാൻ ദൈവം ആഗ്രഹിക്കാത്തത് കൊണ്ട് ദൈവം അവനെ ഇവിടുന്ന് പുറത്താക്കി, തോട്ടത്തിൽ നിന്ന് പുറത്താക്കി, തിരിയുന്ന വാളിന്റെ ജ്വാലയുമായി ദൂതന്മാരെ കാവൽ നിർത്തി, കെറൂബുകളെ കാവൽ നിർത്തി. ഇവിടത്തെ ആദമിന്റെ മരണം ഇസ് നോട്ട് ഫിസിക്കൽ ഡെത്ത്. സോ ഫിസിക്കൽ ഡെത്ത് എന്നത് ദൈവത്തിന്റെ കവനന്റിന്റെ ഭാഗമല്ലാത്തത് കൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നു, ബൈബിളിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം, there is no physical resurrection. കാരണം ജീസസ് never ever paid for the physical resurrection of anybody in the world. അപ്പൊ നിങ്ങൾ പറയും, ലാസർ ഉയർത്തെഴുന്നേറ്റു, നൈലിലെ വിധവയുടെ മകൻ ഉയർത്തെഴുന്നേറ്റു, പിന്നെ ഇത് പറയുന്നേ എല്ലാവരും എഴുന്നേറ്റല്ലോ. റിയലി ദാറ്റ്സ് ദ റിസറക്ഷൻ ഓഫ് ദ ഡെഡ്. അതിനർത്ഥം അവർ മണ്ണിൽ പോയി ദ്രവിച്ചിട്ട് എഴുന്നേറ്റ് വന്നല്ല. അവരുടെ ഫിസിക്കൽ ബോഡിയിൽ നിന്ന് ലൈഫ് ഡിപ്പാർട്ടായി അതിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇറ്റ്സ് ഹാപ്പൻഡ് മെനി ടൈം, ഹാപ്പൻ ടു ത്രൂ ദ അപ്പോസ്റ്റൽസ്, ത്രൂ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ത്രൂ ദ ഓൾഡ് കവനന്റ് പ്രീസ്റ്റ്, പ്രോഫറ്റ്സ്, അവരിലൂടെ അത് സംഭവിച്ചിട്ടുണ്ട്. ഈ അന്നും യേശുവും അപ്പോസ്തലന്മാരും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ആ മരിച്ചവരെ ഉയർപ്പിക്കുക എന്നുള്ളത് ഒരു സിംബോളിക്കാ പ്രിയരെ. അതൊരു അടയാളമായിരുന്നു. എന്തിനാ? ഇതിനൊക്കെ വലിയ മേത്തരമായ ശ്രേഷ്ഠമായ ഒരു റിസറക്ഷൻ വരുന്നു. ദാറ്റ് ഈസ് ദ റിസറക്ഷൻ ഫ്രം ദ കവനന്റൽ ഡെത്ത്. ദാറ്റ് ഈസ് ദ ഡെത്ത് ഓഫ് ആദം. ഞാനീ പറഞ്ഞത് ഗ്രഹിക്കാൻ സന്തോഷമുണ്ട്, കേട്ടാൽ മതി. നിങ്ങളുടെയൊക്കെ ചിന്തകളെയും ചിന്താധാരകളെയും ഒക്കെ ഇതും പൊളിച്ചോളയും. ഓരോ കല്ലറയുടെ അടുക്കലും പോയി ഞങ്ങളുടെ അപ്പച്ചൻ എഴുന്നേറ്റ് വരുമെന്ന് കാത്തിരിക്കുന്ന സാധാരണക്കാരായ വിശ്വാസികളോട് പറയാം, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഇവർ പഠിപ്പിച്ചത് ഫാൾസ് ഹോപ്പാണ്. ഒരു കാന്തം കൊണ്ടുവരുമ്പോൾ ഇരുമ്പ് പൊടി പൊങ്ങി വരുന്ന പോലെ ഒന്നും പൊങ്ങിയൊന്നും വരത്തില്ല. പൊടിയായിട്ട് തന്നെ അത്. ഞാനൊരു തിരിച്ച് ആ ചേട്ടായോട് ചോദിക്കാം, അമേരിക്കയിലെ ചേട്ടായോട്, ആ പൊടിച്ച കാന്തം കൊണ്ടുവരാനില്ലേ, പൊടിച്ച ഇരുമ്പ് പൊടി കൊണ്ടുവരാനില്ലേ പറഞ്ഞു. അതേ കൊണ്ടുവന്നു. കാന്തത്തിലോട്ട് അട്രാക്ട് ചെയ്തപ്പോൾ ആ ഇരുമ്പ് പൊടി വീണ്ടും ഇരുമ്പ് കട്ടയായോ? ആയോ? പൊടിയായിട്ട് തന്നെയല്ലേ വന്നേ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അപ്പച്ചനും വല്യപ്പച്ചനും ഒക്കെ മരിഞ്ഞ് മണ്ണോട് പോയി ആ മണ്ണ് പൊടിയായിട്ട് തിരിച്ചു വരുമോ? പൊടിയായിട്ടാണോ തിരിച്ചു വരുന്നേ? രൂപമില്ലേ? നമ്മൾ ഏതെങ്കിലും ലോജിക്കലി സംസാരിക്കണം. അത് ഈ വിവരം കെട്ട വിവരമൊക്കെ ഉണ്ട് കേട്ടോ, വലിയ ഭയങ്കര പുള്ളികളാണ്, വലിയ എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, സയന്റിസ്റ്റ്, BSc നേഴ്സസ് എല്ലാം ഇങ്ങനെ ഇരിക്കുക. പൊടി വരുന്നെന്ന് അത് കേൾക്കുമ്പോൾ
കുറെ പേര് ഹല്ലേലൂയ പറയാനുണ്ട്, ഏത് വിഡ്ഢിത്തരം വിളിച്ചു പറയാൻ ഒരു മടിയില്ല. വിഷമം കൊണ്ടാണ് പറയുന്നത്. സത്യം പറഞ്ഞ ഇതിൽ ഇറങ്ങിപ്പോയല്ലോ എന്ന് ഞാൻ വേദനിക്കുക. സത്യം അറിവില്ലായ്മയുടെ കാലത്ത്. ashamed of this group. എന്തിനാ ഞാൻ ഇത് പറഞ്ഞറിയുമോ? ഇത് പറഞ്ഞിട്ടും ഇത് സംഭവിച്ചിട്ടും വേദപുസ്തകത്തിന് വിരുദ്ധമാണെന്ന് പറയാൻ കാണിക്കുന്ന അതിനെ ഞാൻ ashamed എന്ന് പറയുന്നത്. അല്ലാതെ ഈ ജനങ്ങളെ കുറിച്ചൊന്നും അല്ലാതെ, കാരണം നമ്മൾ ഇത് ഒരിക്കലും ഇങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ ഇതിലെല്ലാം കുറിച്ച് കൈ ഉയർത്തിയതാണ്. അങ്ങനല്ല. ഈ ട്രൂത്ത് പറയാൻ തുടങ്ങിയിട്ടും ഇത് സംസാരിച്ച് തെളിയിച്ചു കൊടുത്തിട്ടും അത് അങ്ങനെ അല്ല എന്ന് പറയുന്നവരെ ഓർത്ത് ഷെയിം ഓണിയെന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഈ കൈയുയർത്തി പാവപ്പെട്ട ദൈവമക്കളെ കുറിച്ച് ഒന്നുമില്ല. അവര് നല്ല മക്കളാണ്, സാധാരണക്കാർ, ഗോഡ്സ് ചിൽഡ്രൻസ്, ദർ കിങ്ഡം. ടു ലവ് ദം. ഐ എം വെരി മച്ച് മേഴ്സിഫുൾ ടു ദാറ്റ് പീപ്പിൾ. അവരോട് എനിക്ക് മനസ്സലിവുണ്ട്. പാവങ്ങൾ എന്തിനും ഒരു കൈയുയർത്തി സ്വതന്ത്രം പറയും. കഷ്ടം. 1000 പ്രശ്നങ്ങൾ അവർ ആശ്വാസം പ്രാപിക്കാൻ വേണ്ടി വരുന്നത്. ഇനി പണ്ടാരം അടങ്ങാൻ ഇവിടെ തൊലഞ്ഞാലും വേണ്ടിയില്ലടാ മണ്ണിൽ എഴുന്നേറ്റ് വരാമെന്നുള്ള ചിന്തയിൽ അതും കൂടെ ഒക്കെ കേൾക്കുമ്പോൾ അവനങ്ങ് ആശ്വസിക്കുന്നു. കാരണം ഓൾറെഡി ഇവർ റിലീജിയൻ ഇവരുടെ തലയിൽ കൊണ്ട് വെച്ചിരിക്കുക. 1000കണക്കിന് പ്രശ്നം. ഇവർ രക്ഷിക്കപ്പെടുമെന്ന് വെച്ചാൽ ഉറപ്പില്ല, സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പില്ല, നിത്യത കിട്ടുമെന്ന് ഉറപ്പില്ല, കാഹളം തിരിക്കോ പറക്കുമെന്ന് ഉറപ്പില്ല. കാരണം ഇവര് അൺസർട്ടനി ആയിട്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ലീഡേഴ്സ് മുഴുവനെ വൈപ്പ് ഔട്ട് ചെയ്യണം, മൊത്തം മാറ്റി നിർത്തണം. ഇവരാണ് ഈ ജനത്തെ കബളിപ്പിക്കുന്നത്. യേശുക്രിസ്തു അപ്പോസ്തലന്മാരൊക്കെ ഈ ലോകത്ത് വന്നപ്പം അവർ ഒരു സാധാരണക്കാരന് എതിരല്ലായിരുന്നു. Was just speaking against the rulers, the leaders of the people. The leaders of the people are doing all this nonsense. Check. ഞാൻ വേദപുസ്തകത്തിന് മുമ്പിൽ നിങ്ങളോട് പറയാം, ചെക്ക് വിത്ത് ദ വേർഡ്. ഞാൻ 100 റെഫറൻസ് തരാം വേദപുസ്തകത്തിൽ നിന്ന് മരിച്ചവരുടെ വിഷയത്തെക്കുറിച്ച്. ഞാൻ 2 കാര്യം മാത്രം ഒന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോൾ ഐ വോണ്ട് ടു ക്ലോസ് ദിസ് വീഡിയോ. എസെക്കിയേൽ 37 വായിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് അത് കൊഴിപ്പിക്കുന്ന മെസ്സേജ് പ്രസംഗിക്കുന്ന ഇത് പ്രസംഗിക്കുന്ന കണ്ടിട്ടുണ്ടോ? അസ്ഥിത്താഴ്വരകളിൽ ഇന്ന് രാത്രി ഇവിടെ ചില അസ്ഥിത്താഴ്വരകൾ ജീവൻ പ്രാപിക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് സിമ്പിൾ വായിച്ചു നോക്കണം. ഞാൻ ആദ്യത്തെ ഒന്നും വായിക്കുന്നില്ല, കാരണം നിങ്ങൾക്കിത് 100,000 പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. അതിന്റെ 10ാം വാക്യത്തിൽ പറയുന്നു, അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. അതാ അസ്ഥികൂടങ്ങളെല്ലാം കൂടെ എഴുന്നേറ്റ് വന്നു. 11. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്ത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗ്രഹമൊക്കെയും ആകുന്നു. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ എന്താണ്? ഇസ്രായേൽ ഗ്രഹം. 10 ഗോത്രങ്ങൾ അസീറിയയാൽ പിടിക്കപ്പെട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് നാടുകടത്തപ്പെട്ട് അടിമകളായി, അല്ലെങ്കിൽ അവിടുത്തെ നാട്ടിലേക്ക് പ്രവേശിപ്പിച്ച് അവിടുത്തെ ജനവുമായി സമ്മിശ്രമായി ജീവിച്ച് ബാലിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന 10 ഗോത്രം എന്നാണ് ഇസ്രായേൽ ഗ്രഹം. ഈ ഇസ്രായേൽ ഗ്രഹമാകുന്നു, ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. ആര്? ജീവനോടിരിക്കുന്ന ആള് പറയുക, ഞങ്ങൾ മുടിഞ്ഞുപോയി, ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങിപ്പോയി, പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. അതുകൊണ്ട് നീ പ്രവചിച്ചവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം വെച്ചു, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന്, എന്റെ പൊന്നു ചേട്ടായിമാര് ശ്രദ്ധിക്കൂ, എന്റെ കമന്റ്സ് പോസ്റ്റിന്റെ കീഴിൽ കൊണ്ട് കമന്റ് ഇടുന്ന ചേട്ടായിമാർ, കമന്റർമാർ കേട്ടോ, താണ്ട് എഴുതി വെച്ചേക്കുന്നു, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഫിസിക്കലി ചത്തെന്നല്ല അർത്ഥം. ഫിസിക്കലി ചത്തെന്നല്ല സഹോദര അർത്ഥം. അവർ ദൈവിക ഉടമ്പടിയിൽ നിന്ന് ഔട്ടായിപ്പോയി. ഒരു കൊച്ചു വാക്യം കൂടെ പറയാം. ഹോശേയ പ്രവചനം 13-ാം അധ്യായം. എഫ്രീം സംസാരിച്ചപ്പോൾ വിറയലുണ്ടായി, അവൻ ഇസ്രായേലിൽ മികച്ചവനായിരുന്നു, എന്നാൽ ബാൽ മുഖാന്തരം കുറ്റം ചെയ്തപ്പോൾ അവൻ മരിച്ചുപോയി. ഏത് മരണമായത്? മൂക്കെ പഞ്ഞു വെച്ച മരണമാണ്. ഇറ്റ്സ് നോട്ട് ഫിസിക്കൽ ഡെത്ത്, കവനന്റൽ ഡെത്ത്. 37-ാം അധ്യായത്തിൽ ഇവിടെ ഇസ്രായേൽ ഗ്രഹമൊക്കെയും ഞങ്ങൾ മുടിഞ്ഞു പോയിരിക്കുന്നു, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നിരിക്കുന്നു. അവരോട് പറയുകയാണ്, ഞങ്ങളുടെ ശവക്കുഴി തുറന്ന് ശവക്കുഴിയിൽ നിന്ന് ഞാൻ നിങ്ങളെ കയറ്റി
സ്വദേശമായ ഇസ്രായേലിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ഒരു റമനന്റിനെ ദൈവം തിരിച്ചു കൊണ്ടുവരും. ആൻഡ് ദീസ് പ്രോഫസി ഫുൾഫിൽഡ് on AD 30, അതായത് പെന്തിക്കോസ്തിന്റെ നാളിൽ ഈ പ്രവചനത്തിന്റെ നിവർത്തീകരണം ആരംഭിച്ചു. അപ്പം പെന്തിക്കോസ്തിൽ സംഭവിച്ചത് എസക്കിയേൽ 37 പ്രൊഫറ്റിക്കൽ ഫുൾഫിൽമെന്റ് ആണ്. ദാറ്റ് സ്റ്റാർട്ടഡ് ലോകത്തിന്റെ പലയിടങ്ങളിൽ നിന്ന് ക്രിസ്തുയേശു മുഖാന്തരം ദാവീദ് എന്ന് പറയുന്ന അവരുടെ രാജാവിനെ ദാവീദിനെ അയച്ച് ജോസഫിന്റെ ഗ്രഹത്തെയും യഹൂദ ഗ്രഹത്തെയും ഒരേ ഗ്രഹമാക്കി മാറ്റുന്ന, ഒരേ രാജ്യമാക്കി മാറ്റുന്ന ദൈവിക നടപടി അപ്പോസ്തോല പ്രവൃത്തിയിൽ ആരംഭിച്ചു. അപ്പോസ്തല പ്രവൃത്തി എന്നൊക്കെ പറഞ്ഞ ചർച്ച് ഗ്രോത്ത് ഒന്നും അല്ല ചേട്ടായി. അപ്പോസ്തല പ്രവൃത്തി റെസ്റ്റോറേഷൻ ഓഫ് ഇസ്രായേൽ, പുത്തൻ ഇസ്രായേലിന്റെ പുനർസ്ഥാപനം. ചോദ്യം ഇങ്ങനെയാ, ഇസ്രായേലിന് എപ്പോഴാകുന്നു രാജ്യം യഥാസ്ഥാനത്താക്കുന്ന ചരിത്രമാണ് ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ഉള്ളത്. 1ാം മിഷണറി യാത്ര, 2ാം മിഷണറി യാത്ര, ചർച്ച് ഗ്രോത്ത്, ഇതെല്ലാം കൂടെ ഇവിടുത്തെ ഇവാഞ്ചലിക്കാരുണ്ടാക്കി പഠിച്ചു വെച്ചാൽ കുറെ പോട്ടത്തരങ്ങൾ. അതിന്റെ കോണ്ടെക്സ്റ്റ് വായിക്കണം. അവർ സ്വപ്നത്തിൽ പോലും ഇതൊന്നും വിചാരിച്ചില്ല. ലൂക്കോസ് എഴുതുന്നു ഇവന്മാർ 21ാം നൂറ്റാണ്ടിൽ നിന്ന് ഈ സംഭവം പറയുന്നു. ചർച്ച് ഗ്രോത്ത് എന്തോ ചർച്ച് ഗ്രോത്ത്? ഇറ്റ്സ് നോട്ട് ദ ചർച്ച് ഗ്രോത്ത്, ഇറ്റ് ഈസ് എ റെസ്റ്റോറേഷൻ ഓഫ് ഇസ്രായേൽ, the new Israel, the spiritual Israel. They were not dwelling in the promised land, physical promised land. They were dwelling in the spiritual promised land, that is Christ, in Christ. So the old covenant people, എല്ലാം physical ആയിരുന്നു. ന്യൂ കവനന്റിൽ എല്ലാം spiritual. Don't forget that. അപ്പൊ ഞാനീ പറഞ്ഞത് കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കും. ഈ വീഡിയോയുടെ ദൈർഘ്യം കൂടുന്തോറും ആളുകൾക്ക് ഇത് കേൾക്കാനുള്ള സമയക്കുറവാണ്, കേൾക്കത്തില്ല. ഇന്ന് തന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒത്തിരി സമയമായി. ഐ വോണ്ട് ടു ഫിനിഷ് നൗ. പ്ലീസ്, നിങ്ങൾ മണ്ണിൽ നിന്ന് ഉയർത്തു വരുമെന്ന് പ്രതീക്ഷിച്ചോ, പക്ഷെ അതിനകത്ത് ഒരു കഥയില്ലെന്നുള്ളത് അതും കൂടെ മനസ്സിൽ വെച്ചിരിക്കണം. എല്ലാ ശവങ്ങളും ശവക്കല്ലറിൽ എഴുന്നേറ്റ് വരും എന്നൊക്കെ പറയാം, പക്ഷെ അത് ബൈബിളിന്റെ ഉപദേശം അല്ല. പറയുന്ന ഞാൻ ബൈബിൾ വിരുദ്ധത്തെ പ്രസംഗിക്കുന്ന പറയരുത്. ഞാൻ വേദോസം വെച്ചിട്ട് തെളിയിക്കുന്ന, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഉയർക്കുന്ന ഒരു വാക്യം കാണിച്ചു ഷോമി. ഞാൻ ബൈബിൾ വിരുദ്ധത പറയുന്നു എന്ന് പറയുന്ന നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ വേർഡ് ഓഫ് ഗോഡിൽ നിന്ന്, മണ്ണിൽ നിന്ന് ദ്രവിച്ചു പോയ ഒരാൾ തിരിച്ചു വരുമെന്ന് കാട്ടിത്താ, ഒരു പ്രൂഫ് കാട്ടിത്താ. ഓൾഡ് ടെസ്റ്റമെന്റ് കാണിച്ചാലും മതി, ന്യൂ ടെസ്റ്റമെന്റ് കാണിച്ചാലും മതി. അല്ലാതെ ഈ മുറിയം വാക്യം എടുത്തുകൊണ്ട് വരരുത്. കർത്താവ് താൻ ഗംഭീരനാഥത്തോട് വരും എന്നുള്ള വാക്യമൊക്കെ അത് എനിക്ക് നന്നായിട്ട് അറിയാം. ഐ നോ ദാറ്റ് വേർഡ്സ്. Glory to God. I know that well. So don't forget. Okay, നമുക്കിനി അടുത്ത ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നുണ്ട്. അത് വാട്ട് ഈസ് സെക്കൻഡ് ഡെത്ത്, ഒന്നാമത്തെ മരണം രണ്ടാമത്തെ മരണം എന്നൊരു ടീച്ചിങ് ഉണ്ട്. അതിലേക്ക് ഞാൻ വരാം. അതുവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ കമന്റിൽ കൊണ്ടുവരണം. ഞാൻ കമന്റ് ബോക്സ് മാക്സിമം, എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സിസ്റ്റർ അത് ഓണാണോ ഓഫാണെന്ന് പോലും ഞാൻ ചിലപ്പോൾ നോക്കാറില്ല. മാക്സിമം നിങ്ങളുടെ കമന്റ് ഇടണം. നിങ്ങൾക്ക് തിക്തമായി അല്ലെങ്കിൽ എതിരായിട്ട് സംസാരിക്കാൻ ചെയ്യും, പക്ഷെ മാന്യമായിട്ട് സംസാരിച്ചോ, മാന്യമായിട്ടെ സംസാരിക്കണം. നമ്മളായിരിക്കുന്ന സഭയുടെ ആ കൾച്ചർ കാണിക്കാതെ നിങ്ങളൊരു മാനുഷിക കൾച്ചർ കാണിച്ച് മാന്യമായ നിലയിൽ നിങ്ങൾ കമന്റ് ഇടാം. നിങ്ങളുടെ വിയോജിപ്പ് പറയാം, നോ പ്രോബ്ലം. പക്ഷെ ആ പറയുമ്പോൾ വേദോസത്തിലെ വാക്യങ്ങൾ വെച്ചുകൊണ്ട് വേണം പറയാൻ. അപ്പോഴാണ് നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റും, എനിക്കും പഠിക്കാൻ പറ്റും. ഞാനത് വീണ്ടും ട്രൈ ചെയ്യാം, ആ വേർഡ് ഓഫ് ഗോഡ് നോക്കി അതങ്ങനെയാണോ എന്ന് പരിശോധിക്കാം. എതിരില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ അഭിപ്രായം എല്ലാവരും നിങ്ങൾ വിഴുങ്ങേണ്ട ആവശ്യമില്ല. ടേക്ക് ഇറ്റ് ആൻഡ് നിങ്ങളുടെ വിയോജിപ്പ് അറിയിക്കാം, നിങ്ങളുടെ അപ്രിസിയേഷൻ അറിയിക്കാം, നിങ്ങൾക്ക് അങ്ങനെ അനുഗ്രഹമായെന്ന് അറിയിക്കാം. ഓക്കെ, വാട്ട് എവർ തിങ്സ് മേ ബി, ജസ്റ്റ് വി ക്യാൻ മൂവ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ കർത്താവ് തൻ്റെ കൃപയിൽ മറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.